ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഡിസ്ക് ബൾജ്. ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഇപ്പോൾ ഡിറ്റക്ഷൻ റേറ്റ്സ് ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഒരു നടുവേദന ഉണ്ടെങ്കിലും മിക്ക ഡോക്ടേഴ്സും MRIക്ക് വിടുന്നു. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നു. സെക്കൻഡ് വൺ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. വിറ്റമിൻ D, omega-3, കാൽഷ്യം, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് വരുമ്പോഴും ഡിസ്ക് ബൾജ് ഉണ്ടാവാം. ലോ പ്രോട്ടീൻ ഇൻടേക്ക് ആണെങ്കിലും നമുക്ക് ഈ കണ്ടീഷൻ വരും. ക്രോണിക് ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഇവർക്ക് ഡിസ്ക് ബൾജ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഡിസ്കിൽ 80% അത് വാട്ടറാണ്. പിന്നെ നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മളിപ്പോൾ മിക്കവരും തന്നെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അതിനകത്ത് നമ്മൾ കുറേ നേരം ഇരിക്കുന്ന പോസ്ചേഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക, ഇതൊക്കെ വേറൊരു കാരണമാണ്. പിന്നെ ഇനി ലേഡീസിൽ വേറൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് വീക്ക് കോർ മസിൽസ്, എസ്പെഷ്യലി ആഫ്റ്റർ ഡെലിവറി. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ കോർ മസിൽസിന് റിക്കവറി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും. അതിൻ്റെ മേജർ റീസൺ ഡിസ്കിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും.